ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമറോൺ. എൻ്റെ പേര് അനിത. നമ്മളിപ്പോൾ ഉള്ളത് സിംഗപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ തായ്ലൻഡിലോട്ടാട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്. സിംഗപ്പൂർ വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 7:45 നമ്മൾ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫ്ലൈറ്റിൽ കയറി. ഒരു 4 days ട്രിപ്പാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 ദിവസം ഫുക്കറ്റും അതുപോലെ തന്നെ 2 ദിവസം ക്രാബിയിലുമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതല്ലേ, ഇത് നമ്മൾ സിംഗപ്പൂർ മോളിൽ കൂടെ നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ. താഴെ കണ്ടില്ലേ, നിറയെ ബോട്ടും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. ഇപ്പോൾ കാണുന്നത് നമ്മളിതേ ഫുക്കറ്റ് എത്തി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അതാണ് താഴെ ഫുക്കറ്റിലെ ഐലൻഡ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ സീൽ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു. ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്നൊരു ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എയർപോർട്ടിൽ ടൂറിസ്റ്റിൻ്റെ. നമ്മൾ ഒരു 1 hour നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ VIP ക്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ഒരാൾക്ക് 200 ബാത്താണ് അതിന് ചാർജ് ചെയ്യണം. അങ്ങനെ വെച്ചാൽ നമുക്ക് ഈ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങാം. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി, എയർപോർട്ടിൽ തന്നെ നമ്മളൊരു ടാക്സി വിളിച്ചു. നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ഗ്രാബ് എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടാക്സി വേണമെങ്കിൽ ഹയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോവുകയാണ്. നമ്മൾ പത്തോങ് ബീച്ചിൻ്റെ കഴുത്തായിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. സവാടി പത്തോങ് എന്നാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. ഈ കാണുന്നില്ലേ, സൈഡിൽ കാണുന്നൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. എനിക്ക് ഫുക്കറ്റ് കണ്ടപ്പോൾ നമ്മുടെ കേരളമൊക്കെ പോലെ തന്നെ കേട്ടോ ഒരു സ്ഥലമായിട്ടാണ് തോന്നി. പക്ഷെ വളരെ നല്ല നീറ്റാണ്. റോഡൊക്കെ ഭയങ്കര അടിപൊളി റോഡാണ്. ഞാൻ പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള റോഡ് എന്നല്ല, എല്ലാ റോഡ് നല്ല റോഡാണ്. അതുപോലെ പുറത്ത് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണില്ല കേട്ടോ. എന്നാൽ ബിൽഡിങ്സൊക്കെ ഒരു നോർമൽ ബിൽഡിങ്സാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഭയങ്കര ഹൈ ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ ബാങ്കോക്ക് പോലെ ഒരു സിറ്റി വൈബൊന്നും അല്ല കേട്ടോ ഫുക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഹോട്ടലിൽ എത്താറായി. ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്ററാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. നമുക്കൊരു 40-45 മിനിറ്റ്സിൽ നമുക്ക് ഹോട്ടലിലെത്താൻ പറ്റും. നിങ്ങൾക്ക് booking.com അല്ലെങ്കിൽ അഗോഡയോ മേക്ക് മൈ ട്രിപ്പോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ അഗോഡ വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 2 നൈറ്റിന് ഏകദേശം $83 ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. ഞങ്ങൾക്ക് ലോക്കൽ തായ് ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. മാത്രമല്ല കുറച്ചുകൂടി ചീപ്പറായിട്ടുള്ളൊരു ഓപ്ഷനും അത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഈ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 12 മണിയായിട്ടുണ്ടായിരുന്നു സമയം. സോ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണിക്കാണ്. സോ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുത്ത് അതിനുശേഷം നമുക്കൊരു വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. അതൊക്കെ കുടിച്ചു. അതിനുശേഷം നമ്മുടെ ലഗേജ് നമുക്ക് അവിടെ കീപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ലഗേജ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ലഞ്ച് കഴിക്കണം നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചെക്ക് ഇൻ ടൈം ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഹോട്ടലിൽ നിന്ന് പത്തോങ് ബീച്ചിലേക്ക് ഏകദേശം 800-850 മീറ്റർ ദൂരമാണ് ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. നമുക്ക് ഫ്രീ വൈഫൈ, അതുപോലെ തന്നെ 2 സ്വിമ്മിംഗ് പൂള്, പിന്നെ സ്പായുടെ സൗകര്യങ്ങളുണ്ട് അവിടെ, അതുപോലെ ജിമ്മ്, അങ്ങനെ ഒരുപാട് അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റൂമും സ്പേഷ്യസ് ആയിട്ട് റൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ബെഡും അതുപോലെ AC, TV, പിന്നെ നല്ലൊരു ബാത്റൂം, നമുക്കവിടെ ഹീറ്ററിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാത്ത് ടബ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള നീറ്റായിട്ടുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു. ഇതാണ് നമ്മുടെ ആദ്യത്തെ പൂളെന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു പൂളും കൂടിയാണ് ഉള്ളത്. ഈ വഴി കൂടിയാണ് നമ്മൾ നമ്മുടെ റൂംസിലോട്ടൊക്കെ വരാനായിട്ട് ഈ വഴിയാണ് നമ്മൾ പോരുന്നത്. ഇത് വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂമിലോട്ടുള്ള ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് കളിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബാർ കൗണ്ടറും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് വിയറ്റ്നാമിലോട്ട് പോകാമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്കൊരു 4 days അവിടെ പോയി വരിക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ മാറ്റിയിട്ട് തായ്ലൻഡിലോട്ടും ആക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. അങ്ങനെ അത്ര പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പൂൾ എന്ന് പറയുന്നത്. മറ്റേ പൂളിൻ്റെ അത്ര വലുപ്പമില്ല, കുറച്ചുകൂടി ചെറിയ പൂളാണ്, പക്ഷെ നല്ല പൂളായിരുന്നു. പൂളിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് കേട്ടോ നമുക്ക് പൂൾ യൂസ് ചെയ്യാനായിട്ട് കഴിയുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അധിക സമയം നമുക്ക് ഈ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളൊരു പ്ലാന്. സോ നമ്മൾ രാവിലെയൊക്കെ എല്ലാ സ്ഥലത്തും കറങ്ങാനൊക്കെ പോകും. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ഹോട്ടലിൽ വരും, ഒന്ന് ഫ്രഷ് ആവും. പിന്നെ നമ്മളിവിടുത്തെ നൈറ്റ് ലൈഫും അടിപൊളിയാണ്. സോ അത് എൻജോയ് ചെയ്യാനായിട്ട് പുറത്ത് പോകും. സോ നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആവുക, പിന്നെ കിടന്നുറങ്ങുക, അത് മാത്രമാണ് നമ്മൾ ഹോട്ടലിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഹോട്ടലിൽ അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പൂൾ തന്നെ നമ്മൾ ആകെ ഒരു ദിവസത്തെ ഒരു 1/2 hour ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ ആ ടൈമിൽ ഹോട്ടലിൽ ഉണ്ടായിരിക്കില്ല.
അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബാക്കി എമ്യൂണിറ്റീസ് നമ്മളങ്ങനെ വല്ലാണ്ടൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അതായത് നമ്മളിത് ജസ്റ്റ് ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഇതാണ് പത്തോങ് ബീച്ച് കേട്ടോ. ഈ തൊട്ടപ്പുറത്ത് കുറേ വണ്ടികൾ നിർത്തിയിട്ട് കാണാനില്ലേ, അവിടെയാണ് പത്തോങ് ബീച്ച് പറയുന്നത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, നട്ടപ്പൊരി വെയിൽ, ഉച്ച സമയമല്ലേ, നല്ല വെയിലുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പത്തോങ് ബീച്ച് എന്ന് പറയുന്നത്. ഇവന്തോ അങ്ങനെ വെയിലൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആൾക്കാർ ബീച്ചിൽ കുളിക്കുന്നുണ്ട്, പിന്നെ കുറേ പേര് സൺബാത്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ അവിടെ കച്ചവടം നടത്തുക ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് അവിടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ്, ഈ പാരാഗ്ലൈഡിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞങ്ങളും അവിടെ ഒരു തണലത്ത് പോയിട്ട് കുറച്ച് നേരം ബീച്ച് കണ്ട് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് കുട്ടി കുട്ടി ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ടൂർ പാക്കേജസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഫുക്കറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. ഫുക്കറ്റ് ഒരു ഐലൻഡാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെയുള്ള ടൂറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2-3 ഇൻഫർമേഷൻ സെൻറ്ററിൽ അന്വേഷിച്ചിട്ട് നമ്മൾ നാളത്തേക്ക് ഫിഫി ഐലൻഡ് പോകാനായിട്ട് നമ്മളൊരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് 2-3 ഇൻഫർമേഷൻ സെൻറ്റേഴ്സിൽ കയറിയതിന് ശേഷം ബുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊരു ഇൻഫർമേഷൻ സെൻറ്ററാണ്. ഇങ്ങനത്തെയാണ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസയിൽ ചെറിയ വ്യത്യാസങ്ങളിൽ നമുക്ക് കിട്ടും കേട്ടോ. മാത്രമല്ല ഞങ്ങൾ ഈ വന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഓഫ് സീസൺ ടൈമാണ്. കാരണം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മഴയുടെ സീസണാണ്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറവായിരിക്കും. അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് കുറച്ചും കൂടി സീസൺ ടൈമിലുള്ളതിനൊക്കെ ഒരുപാട് വ്യത്യാസത്തിലാണ് കേട്ടോ നമുക്ക് ഈ പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് ചാലോങ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ ടെമ്പിളിലെത്തി. അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെ പോകുന്നതിനടുത്തുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ്. അമ്പലത്തിലോട്ടുള്ള നമ്മൾ ഈ വഴിപാട് എന്നൊക്കെ പറയില്ല, അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളും, പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുറേ പ്രാവും, പിന്നെ കുറേ ഒരു തടാകം പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെയാണ് അവിടെ വിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ചാലോങ് ടെമ്പിൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ടെമ്പിളാണ്. ഇപ്പോഴും ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അവിടെ എപ്പോഴും ആൾക്കാർ വന്നിട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ടെമ്പിളാണ് കേട്ടോ. ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഇതെന്ന് പറയുന്നത്. ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഒരു മോഡസ്റ്റ് വിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കാൽമുട്ടും അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഇരിക്കാൻ നോക്കുക. മിക്കവാറും എല്ലാ ടെമ്പിളിലും അങ്ങനെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും. ചാലോങ് ടെമ്പിൾ അഥവാ വാറ്റ്ചലോങ് ടെമ്പിൾ എന്നൊക്കെയാണ് ഈ ടെമ്പിൾ കോമൺലി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് വാറ്റ് ചയ്യാതരം എന്നാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ. ഇത് ഫുക്കറ്റിലെ ചാലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 19th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ടെമ്പിളാണ്, ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഈ ചാലോങ് ടെമ്പിൾ എന്ന് പറയുന്നത്. 1876 ഈ ചാലോങ് ഡിസ്ട്രിക്റ്റിലെ ലോക്കൽസും അതുപോലെ തന്നെ ചൈനീസ് റിബലിയൻസും തമ്മിൽ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഫൈറ്റ് കൺട്രോൾ ചെയ്തിരുന്നതും അതുപോലെ തന്നെ ആ ഫൈറ്റിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്തിരുന്നതും മെയിനായിട്ട് 2 മോങ്സാണ്. ആ മോങ്സിൻ്റെ പേരാണ് ലുവാങ് ഫോ ചാം എന്നും അതുപോലെ തന്നെ ലുവാങ് ഫോ ചുവാങ് എന്നും. അപ്പോൾ ഈ 2 മോങ്സിനോടുള്ളൊരു ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് ഈ ചാലോങ് ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഹിസ്റ്ററിയും കൂടി ഈ ടെമ്പിളിനുണ്ട്. ഫുക്കറ്റിലെ ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഈ വാറ്റ്ചലോങ് ടെമ്പിൾ എന്ന് പറയുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഓഫറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എത്രയെങ്കിലും അങ്ങനെ ഇന്ന പൈസ ഒന്നുമില്ല, നമ്മളൊരു പൈസ അവിടെ ഇട്ടിട്ട് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ബുദ്ധന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാംപ്സോ ക്യാൻഡിൽസോ ഫ്ലവേഴ്സൊക്കെ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മളിതേ അവിടെ നിന്നൊരു ഫ്ലവേഴ്സ് എടുത്തു. ഇനി അത് കൊണ്ടുപോയിട്ട് ബുദ്ധൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫയർ വർക്ക്സും ഓഫറിങ്സ് ആയിട്ട് കൊടുക്കും കേട്ടോ. അതിൻ്റെ ഒരു ഇതെന്ന് പറയണത് ഈവിളായി ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രേയേഴ്സ് ആൻസർ ചെയ്താൽ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ആയിട്ടാണ് അത് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചേടി. ഇത് ഇവിടുത്തെ ന്യൂവസ്റ്റ് ചേടിയാണ് കേട്ടോ. ചേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തൂപം അല്ലെങ്കിൽ പഗോഡ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു 3 ഫ്ലോർ ചേടിയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ബുദ്ധൻ്റെ പ്രതിമയും അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു ജീവിത കാലമൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ 2nd ഫ്ലോറിൽ കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ്റയർ ഈ അമ്പലങ്ങളുടെയൊക്കെ ഒരു വ്യൂ കിട്ടും. അതിൻ്റെയും മുകളിൽ ഒരു ഗ്ലാസ് ഡിസ്പ്ലേയിൽ ബുദ്ധൻ്റെ ബോണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ഇന്ത്യയിലും നേപ്പാളിലൊക്കെ ആയിട്ടാണല്ലോ ബുദ്ധൻ ജീവിച്ചിരുന്നത്. സോ ബുദ്ധൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീത്തൊക്കെ ഇതുപോലെ ഓരോ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സലോങ് ടെമ്പിളിലുള്ള ഈ ബോണ് ശ്രീലങ്കയിൽ നിന്നാണ് ഈ ടെമ്പിളിലോട്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഈ ടെമ്പിളിൽ ഈ ബോൺ ഇരിക്കുന്നത് ഈ ബുദ്ധൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ തായ് ഗേൾസ് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തായ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ അമ്പലം വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ അമ്പലം ഇപ്പോഴും ഫങ്ഷനിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുക്കാഞ്ഞത് കേട്ടോ. വാട്സലോങ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്റർ അടുത്ത് ദൂരെയാണ് ബിഗ് ബുദ്ധയുടെ അവിടേക്കുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ ബിഗ് ബുദ്ധയുടെ അവിടേക്ക് എൻട്രി ഇല്ല. അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിനെ തുടർന്നിട്ട് ഇപ്പോൾ ബിഗ് ബുദ്ധയുടെ മുകളിലേക്ക് എൻട്രി ഇല്ല. നമുക്ക് താഴ്ഭാഗം വരെ മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. സോ ഞങ്ങൾക്ക് ഓൾറെഡി അവിടേക്ക് പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ, നമ്മൾ വരുന്ന സമയത്ത് കുറേ കടകളുണ്ട് അവിടെ, ഈ പ്രാവിനൊക്കെ ഉള്ള തീറ്റയൊക്കെ അവിടെ വിൽക്കുന്ന കടകളൊക്കെയാണ് അതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്ന ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മുടെ അടുത്തോട്ട് വരും. അപ്പോൾ നല്ല രസമായിരുന്നു. ഒരു അച്ഛനും കുഞ്ഞും ആട്ടോ ഇരിക്കുന്നത്. അവർ ആ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ അടുത്ത് തീറ്റ കൊടുത്തപ്പോൾ എല്ലാം കൂടിയിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു തടാകം പോലൊരു സ്ഥലം. ഇവിടെ അത് നമ്മൾ മീനിന് തീറ്റിട്ട് കൊടുക്കുമ്പോൾ മീനെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വരുന്നത് കാണും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ തീരത്ത് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് ഇതേ കണ്ടോ അവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്രെയിമായിരുന്നു അത്. സോ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് ഇനി നമ്മൾ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇളനീരൊക്കെ വാങ്ങി കുടിച്ചു. ഇവിടുത്തെ ഇളനീരെന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ഇളനീരാണ് കേട്ടോ. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഇളനീര് കുടിക്കുമ്പോൾ ഒരു തരിപ്പ് കിട്ടില്ലേ, ആ തരിപ്പ് ഉണ്ടാവില്ല. പക്ഷേ അത്യാവശ്യം നല്ല മധുരമുള്ള ഇളനീരാണ് കേട്ടോ ഇവിടുത്തെ ഇളനീരെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഗ്രാബ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഡ്രൈവർ ചേട്ടനോട് ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ, ഇവിടെ അടുത്തിന് വേറെ എന്തെങ്കിലും സ്ഥലങ്ങൾ കാണാനുണ്ടോ ചോദിച്ചതാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞ് ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സൺസെറ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ഏകദേശം സൺസെറ്റിൻ്റെ ടൈമിങ്ങും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു ബീച്ചാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. റവായ് ബീച്ച് എന്നാട്ടോ ഈ ബീച്ചിൻ്റെ പേര്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ ബോട്ടൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. സൈഡിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്, കാറ്റാടി പോലത്തെ മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. വളരെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഈ റവായ് ബീച്ചിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഒക്കെയാണ് ഈ വ്യൂ പോയിന്റിലേക്കുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല ആ ഒരു വൈകുന്നേര സമയം കുറച്ചൊരു വെയിലൊക്കെ മങ്ങി നല്ല രസമുള്ളൊരു സ്ഥലമായിരുന്നു. കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഓവർ ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. എല്ലാവരും ഈ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നവർ തന്നെയായിരുന്നു. ചിലരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് സൺസെറ്റൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഭിത്തി ഉണ്ട് ഇവിടെ. ആ ഭിത്തിയുടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാം. ഇതിൻ്റെ തൊട്ടപ്പോൾ ആ കാണുന്നത് ബീച്ചാണ് കേട്ടോ. കണ്ടോ അവിടെ ആ റോട്ടിൽ കൂടെ ആൾക്കാർ നടക്കണില്ലേ, അവിടെ ഒരു ഭിത്തി ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് നമുക്ക് ഈ സൺസെറ്റ് കാണാനായിട്ട് പറ്റുക കേട്ടോ. സോ സൺസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം സൺസെറ്റ് ആയപ്പോൾ താഴത്ത് മൊത്തം ഫുള്ള് അങ്ങനെ ഒരു റെഡ് കളറായി. അങ്ങനെ എക്സാക്ട് സൺസെറ്റ് പോലെ നമുക്ക് കിട്ടിയില്ല കേട്ടോ, കാരണം കുറച്ച് മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി നല്ല രസമുണ്ടായിരുന്നു. ഈ കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ ആ റെഡ് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഫുൾ സ്കൈയിൽ ഒരു റെഡും ബ്ലാക്കും കളറ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു കാറ്റും വെയിലൊക്കെ പോയി അങ്ങനെ ഒരു നല്ലൊരു ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ആ സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചു. അതിന് ശേഷം ഇതിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ തുണി, ഡ്രസ്സ്, അങ്ങനെ നമുക്കൊരു ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കടകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമുക്കിനി റവായ് ബീച്ചിലോട്ട് പോകണം. നമ്മളവിടെ ഡിന്നർ അവിടെ നിന്ന് കഴിക്കാമെന്നാണല്ലോ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കടയിലത്തെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ടാക്സി ബുക്ക് ചെയ്യായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ സമയത്താണ് അവിടെ ഒരു ബസ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഗ്രാബിനൊക്കെ കുറച്ചുകൂടി ചീപ്പായിരിക്കുമല്ലോ ബസ് എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ആ ബസ്സിൽ കയറി. ആ ബസ് എന്ന് പറയുന്നത് എയർപോർട്ടിലേക്കുള്ള ബസ്സായിരുന്നു കേട്ടോ. സോ അത് ആ വഴിക്കല്ല പോവാം, പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇറക്കി തരാൻ പറ്റും. നമുക്ക് ഇറങ്ങി കുറച്ച് ദൂരം നടക്കുള്ളൂ, അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറി.
അത് നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു കേട്ടോ. കാരണം വളരെ കുറച്ച് ദൂരേ നമ്മൾ പോയിട്ടുള്ളൂ, ഒരു 1 കിലോമീറ്ററിനുള്ളിലേ പോയിട്ടുള്ളൂ. പക്ഷേ ആ ബസ്സിൽ അവർ നമ്മുടെ നിന്ന് 100 ബാത്താണ്, ഒരാൾക്ക് 100 ബാത്ത് ആ ഡ്രൈവർ വാങ്ങിച്ചു കേട്ടോ. ആ ബസ് അങ്ങനെ എത്ര അതിൻ്റെ സിസ്റ്റം, അതിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റ ചാർജേ ഉള്ളൂ, ഇത്ര അതിൽ 100 ബാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റ ചാർജേ ഉള്ളൂ എന്ന്. പക്ഷേ അത് നമുക്ക് ഭയങ്കര നഷ്ടമായി. നമ്മളൊരു ഗ്രാബ് ബുക്ക് ചെയ്യാച്ചാൽ കൂടി നമുക്ക് ഇത്ര പൈസ വരുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. സിറ്റി ബസ് അങ്ങനെ എന്തോ ആണ് ആ ബസ്സിൻ്റെ പേര്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളിതേ റവായ് ബീച്ചിൻ്റെ അവിടെ എത്തി. അപ്പോഴേക്കും ഒന്ന് ഇരുട്ടായി, സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ആളുകൾ അവിടെ ഷോപ്പും ഹോട്ടൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ലൈറ്റ്സൊക്കെ ഇട്ടു. ആളുകളൊക്കെ അവിടെ ഇങ്ങനെ ആ സൈഡിലിരുന്നിട്ട് കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമുക്ക് ആ ഹോട്ടൽ കുറേ ഇങ്ങനെ കടകളുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ അവിടെയൊക്കെ എന്തൊക്കെ വിഭവങ്ങൾ ഏതൊക്കെ ഫുഡുള്ളതെന്നൊക്കെ അവിടെ നമുക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിങ്ങനെ നടന്നുകൊണ്ട് അത് വായിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുള്ളത് ഏത് വെച്ചാൽ അവിടെ കയറി നമുക്ക് ആ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി അവിടെ ഇരുന്നു. ഇതേ ബീച്ചാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിലിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് വന്നു കേട്ടോ. ഹോട്ടലിൽ വന്ന് ഒന്ന് ഫ്രഷായി. അതിനുശേഷം നമ്മൾ ഇതേ പത്തോം മാർക്കറ്റിലേക്ക് ഇറങ്ങാം കേട്ടോ. അതായത് ഫുൾ നൈറ്റ് ലൈഫ് ഓണായി. ഇപ്പോൾ കണ്ടില്ലേ, ഫുൾ ആൾക്കാരും ലൈറ്റ്സും കടകളൊക്കെ തുറന്നിട്ടാണ് ഇരിക്കുന്നത്. പകൽ പോലെ തന്നെ രാത്രിയും ഫുൾ ഓണാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ പോകുന്നപ്പോൾ ഇവിടെ ഇപ്പം തന്നെ സമയം ഏകദേശം 11:30-12 മണി ആയിട്ടുണ്ട്. രാത്രി മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കും. ഒരു 2 മണി 3 മണി നേരത്തൊക്കെ ഇതേപോലെ ആൾക്കാരുണ്ടായിരിക്കും. ഇതാണ് പത്തോങ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പത്തോങ് മാർക്കറ്റ് കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് പത്തോങ് ബീച്ചിലാണ് കേട്ടോ. സൈഡിൽ മൊത്തം കടകളും അതുപോലെ തന്നെ ഹോട്ടൽസും ബാറുകളും ക്ലബ്ബുകളും അങ്ങനെ എല്ലാം ഉണ്ട്. എന്തൊക്കെ വേണോ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഹോട്ടലിൽ വന്ന് കടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ നമ്മൾ ഫിഫി ഐലൻഡിലേക്ക് വേണ്ടിയിട്ട് ഒരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 8-9 മണിയുടെ ഉള്ളിൽ നമ്മളെ ഹോട്ടലിൽ വന്നിട്ട് പിക്ക് ചെയ്യും. രാവിലെ ഒരു ഈ 9 മണി തൊട്ടിട്ട് 5 മണി വരെ അങ്ങനെ ഒരു ഫുൾ ഡേ ട്രിപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. അതിന് പുറമെ നമുക്ക് വെള്ളം അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഫി ഐലൻഡ്, മായാ ബേ, മങ്കി ബീച്ച് അങ്ങനെ കുറച്ച് ഐലൻഡ്സൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ പോയിന്റിലെത്തി. ഇതാണ് കേട്ടോ ഒരു കോമൺ പോയിന്റ്. ഇവിടെ നിന്നാണ് ഈ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ വന്നു. അതിനുശേഷം ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, കുറച്ച് ബ്രെഡൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ലേഡി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതിൽ ഈ പാക്കേജിൽ സ്നോർക്കലിംഗ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു സ്പീഡ് ബോട്ടും നമുക്ക് ഈ പാക്കേജിൽ നമുക്ക് കിട്ടും കേട്ടോ. ഈ സ്നോർക്കലിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ തന്നെ തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്നോർക്കലിംഗ് എക്യുപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോരുമ്പോഴേ അങ്ങനെ വാങ്ങിയിട്ട് വരാം കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഞങ്ങൾ എന്ത് വെച്ചാൽ ഈ സ്നോർക്കലിങ്ങിന് നമ്മൾ മൗത്തിൽ വെക്കുന്ന ഒരു റബ്ബറിൻ്റെ ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് മാത്രം നമ്മൾ വാങ്ങിച്ചു കിട്ടും. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒന്നെങ്കിൽ പൂക്കറ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിങ്ങൾ പത്തോം മാർക്കറ്റിലൊക്കെ പോകുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ ഈ മൊബൈലിൻ്റെ വെള്ളമാവാതിരിക്കാനുള്ള കവറൊക്കെ ഉണ്ടല്ലോ, ആ കവറ് അങ്ങനത്തെയൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നേ ഒരു ബോട്ടിൽ നമ്മളെ കയറ്റി. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഫസ്റ്റ് പോകുന്നത് ഫിഫി ഐലൻഡിലോട്ടാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐലൻഡാണ് ഫിഫി ഐലൻഡ്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ഐലൻഡാണ് ഫിഫി ഐലൻഡ് എന്ന് ഞാൻ പറയും. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ ഒരു 1 അവറോളം നമുക്കിങ്ങനെ ബോട്ടിൽ പോകണം. അതിന് ശേഷം നമ്മളതിനെ ലോങ് ടെയിൽ ബോട്ട്സ് എന്ന് പറയും. അങ്ങനെ കുറച്ച് കാണുന്നില്ല അതിൻ്റെ അപ്പുറം ഒരു ബോട്ട് കാണുന്നില്ല അവിടെ, അങ്ങനത്തെ ബോട്ട്സാണ്. അങ്ങനത്തെ ലോങ് ടെയിൽ ബോട്ട്സിലോട്ട് നമ്മളതിനെ മാറ്റും. എന്നിട്ട് ആ ലോങ് ടെയിൽ ബോട്ടിലാണ് നമ്മൾ ഫിഫി ഐലൻഡ് കറങ്ങുക. അപ്പോൾ നമ്മൾ അതിലിരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഒരു കുറച്ച് ഏരിയയിൽ അത്ര വെള്ളമില്ലാത്തൊരു ഏരിയയിൽ പോയാൽ നമുക്ക് ഇറങ്ങാം. ലൈഫ് ജാക്കറ്റ് വേണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് അവർ തരും. അവിടെ നമുക്ക് സ്നോർക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സ്നോർക്കിൾ ചെയ്യാനുള്ള സാധനം തരും. നമുക്ക് അവിടെ സ്നോർക്കിൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നേ. നല്ല ബ്ലൂ കളർ വെള്ളമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. തൊട്ടപ്പുറത്തതേ കണ്ടില്ലേ വലിയ മൗണ്ടെയിൻസും കാര്യങ്ങൾ, അതിൽ നിറയെ പച്ചപ്പ്. പിന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ലോങ് ടെയിൽ ബോട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട്, അതായത് ഇപ്പോൾ ഒരു കപ്പിളായിട്ട് നിങ്ങൾ പോകാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊരു ബോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബോട്ടിൽ എന്നാലും ഒരു 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലോങ് ടെയിൽ ബോട്ടിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. നമുക്ക് ഈ പാക്കേജ് ഏകദേശം ഒരു 1200 ബാത്താണ് കേട്ടോ ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതൊരു ഓഫ് സീസണിലാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റിൽ കിട്ടിയത്.
പല ഇൻഫർമേഷൻ സെൻറ്റേഴ്സിൽ പല റേറ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ 2-3 ഇൻഫർമേഷൻ സെൻറ്ററിൽ കയറി അന്വേഷിച്ചതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഭയങ്കര വലിയ റേറ്റ് ചേഞ്ച് എന്നല്ല, ഒരു 200-300 ബാത്തിൻ്റെയൊക്കെ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ വഴിയും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ടൂർ പാക്കേജ് എടുക്കാം കേട്ടോ. പക്ഷേ ഞങ്ങൾക്കത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. ഇവിടെ നമുക്ക് ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് ഐലൻഡ്സിലോട്ടുള്ള പല ട്രിപ്പും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എവിടെയാണോ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ഞങ്ങൾ ഫിഫി ഐലൻഡാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഫി ഐലൻഡ് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ളൊരു ഐലൻഡാണ് ഈ മായാബി ഐലൻഡ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് കോറൽസ് ഒക്കെ ഉള്ളൊരു ഐലൻഡാണ്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ആ ഐലൻഡ് ക്ലോസ്ഡ് ആയിരുന്നു. ഈ കോറൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇടയ്ക്ക് ഐലൻഡ് ഇങ്ങനെ ക്ലോസ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയൊരു 2 days കഴിഞ്ഞപ്പോഴാണ് അത് ഓപ്പൺ ആയത്. അപ്പോൾ നിങ്ങൾ ഐലൻഡിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൂടി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതിന് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം. അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇപ്പം നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബൊഫേ ആയിരുന്നു ലഞ്ച്. നമ്മുടെ തായ് ക്യുസീനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ക്യുസീനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അങ്ങനെ ലഞ്ച് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു ബീച്ചുണ്ട്. അപ്പോൾ നമ്മൾ ആ ബീച്ചിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കറങ്ങി അതിനുശേഷം തിരിച്ച് നമ്മൾ ബോട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി നമുക്കൊരു ഐലൻഡിലൂടെ പോകാണ്ട്. അപ്പോൾ നമുക്ക് ഫിഫിയിൽ മാത്രമാണ് നമ്മളതിനെ ലോങ് ടൈൽ ബോട്ടിൽ കൊണ്ടുപോകുക. ബാക്കിയുള്ളവർക്ക് നമ്മുടെ മെയിൻ ബോട്ടിൽ തന്നെയാണ് പോവുക. അവിടെ നിന്ന് നമ്മളെ ഇറക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മായാബി ഇപ്പോൾ എൻട്രി ഇല്ല, അതുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളതിനെ ഇറക്കിയത് ഈ ലാസ്റ്റ് പോയ ഐലൻഡിലാണ് കേട്ടോ. അവിടെ നമ്മളൊരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തു, പിന്നെ കുറച്ച് നേരം ബീച്ചിൽ കളിക്കുകയൊക്കെ ചെയ്തു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് ക്രാബിയിൽ പോകണം. സോ നമുക്ക് ഹോട്ടലിൽ എത്തിയിട്ട് നമുക്ക് നാളെ ക്രാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കാറ് ബുക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒന്നുകിൽ കാറിൽ പോവാം, അല്ലെങ്കിൽ ഫെറി വഴി നമുക്ക് പോവാം കേട്ടോ. ഞങ്ങൾ കാറാണ് ചൂസ് ചെയ്തത്. ബൈ റോഡ് നമുക്ക് 4 മണിക്കൂർ ട്രാവലുണ്ട് ക്രാബിയിലോട്ട്. ട്രാവലിംഗ് ചാർജൊക്കെ ഫെറി ആണെങ്കിലും കാറാണെങ്കിലും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. ഫെറിയിൽ പോകാൻ നമ്മൾ ഈ ഫിഫി ഐലൻഡൊക്കെ വഴി തന്നെയാണ് പോവുക കേട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പോയ ബീച്ച്. ഇവിടെ നമ്മളൊരു 1 hour സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളൊരു 5 മണിയോട് കൂടിയിട്ട് തിരിച്ചു പോന്നു. നമ്മളതിനെ നമ്മുടെ ഹോട്ടലിൽ തന്നെ അവർ ഡ്രോപ്പ് ചെയ്ത് തരും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ചു. അതിനുശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ക്രാബിൽ വെച്ച് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.